എല്ലാവർക്കും നമസ്കാരമേ. നല്ലൊരു കർക്കിടക വാവ് ദിവസമായിട്ട് രാവിലെ തന്നെ പോയി ബലിയൊക്കെ ഇട്ട് ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. കടുവകളിലെല്ലാം ഫയർഫോഴ്സുകാരും പോലീസുകാരും ഒക്കെ സഹായത്തിനുണ്ടായിരുന്നു. എല്ലാ കർമ്മങ്ങളും തിരക്കിനിടയിലും പൂർത്തിയാക്കിയതിന് ശേഷം പതുക്കെ അമ്പലത്തിൽ കയറി പിതൃപൂജയും തിലഹവനവും ഒക്കെ നടത്തി തൊഴുത് ഭഗവാനോടെല്ലാം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിൽ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുടിക്കാൻ സമയം കിട്ടിയില്ല, ലേറ്റായി. വീട്ടിലെത്തിയിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഉച്ചക്കത്തെ ഊണ്. ആദ്യം തന്നെ കുറച്ച് മാങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി വളരെ സ്പീഡിൽ ഒരു വേഗത്തിലുള്ളൊരു മാങ്ങാച്ചാർ അങ്ങ് റെഡിയാക്കി. മാങ്ങാച്ചാർ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ നാരങ്ങ ഇരിപ്പുണ്ട്, എന്നാൽ പിന്നെ ഇച്ചിരി കുറച്ച് ഇഞ്ചി കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചി കുറച്ച് പിന്നെ എല്ലാം വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി ഇഞ്ചി. അതിനുശേഷം നമ്മുടെ ബീട്രൂട്ട് കിച്ചടി, അത് വളരെ എളുപ്പമാണ്. ബീട്രൂട്ട് കിച്ചടി പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഈ സാലഡെന്ന് വേണമെങ്കിലും പറയാം. അതിന് കുറച്ച് ബീട്രൂട്ട് എടുത്ത് ചീകി ഒരു സവാള ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റി കടുക് വറുത്ത് അല്പം തൈരോട് ഒഴിച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് കിച്ചടി റെഡി. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്, വളരെ ഈസിയായിട്ട് വെക്കാൻ പറ്റുന്ന കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ശ്രമിച്ച് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാനായിട്ടേ. നല്ല എളുപ്പമാണ്, കഴിക്കാൻ ടേസ്റ്റിയാണ്. അങ്ങനെയാണ് ബീട്രൂട്ട് കിച്ചടിയുടെ റെസിപ്പി. അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് സാമ്പാർ വെക്കണമായിരുന്നു. വേഗം തന്നെ സാമ്പാർ വെച്ചു. പിന്നെ ഒരു പായസം മിക്സ് ഇരിപ്പുണ്ട്, പാലയുടെ മിക്സ്. അതെടുത്ത് വേഗം കുറച്ച് പാലൊക്കെ ഒഴിച്ച് വളരെ ഈസി ആയിട്ട് ഒരു പായസം അങ്ങ് വെച്ചു. പിന്നെ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് ഏലക്കാപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും അത് ആഡ് ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ നല്ല തയ്യാറാക്കുന്നപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായി. കുറുകുന്നപ്പോഴത്തേക്ക് നല്ല ഈസിയാണ് കേട്ടോ ഇതാകുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അട വേവിക്കണം, അതിൻ്റെ ബാക്കിയെല്ലാം റെഡിയാക്കണം. ഇതൊന്നുമില്ല, എളുപ്പത്തിൽ പെട്ടെന്ന് സ്പീഡിൽ നമുക്ക് ധൃതിയൊക്കെ ആണെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ വിഭവമാണ് ഇങ്ങനത്തുള്ള പായസം മിക്സ്. സാമ്പാർ പെട്ടെന്ന് പിന്നെ കുക്കറിനകത്തോടെ അടിച്ച് വേഗം സാമ്പാർ അങ്ങ് റെഡിയാക്കി. അവിയലും അതുപോലെ തന്നെ റെഡിയാക്കി. മാങ്ങയിട്ട അവിയലാണേ ഇത്. നമ്മുടെ കപ്പയ്ക്ക തോരൻ, നമ്മുടെ ഇഞ്ചിക്കറിയാണ് ഇന്നത്തെ. പിന്നെ അതിന് ശേഷം എന്താണ് ഉണ്ടാക്കിയത്? ഇത് വറുത്തിട്ട് നമ്മൾ പായസത്തിനകത്തോട്ട് ഒഴിച്ചത് ഞാൻ കാണിച്ചു തന്നില്ലല്ലേ, അതുപോലെ നിങ്ങൾ കണ്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇലയൊക്കെ ഇട്ട് ആദ്യം റെഡിയാക്കി, പപ്പടമോടെ കാച്ചിയിട്ട് ഇലയൊക്കെ ഇട്ട് പായസം, പച്ചമോര്, മാങ്ങാച്ചാർ, സാമ്പാർ, അവിയൽ, തോരൻ, പിന്നെന്താ കിച്ചടി, ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് ആദ്യം ഒരു ഇലയിട്ട് എല്ലാം വിളമ്പി വെച്ചു. പിതൃക്കളെ സ്മരിക്കാനായിട്ട് പിതൃസ്മരണാർത്ഥം എല്ലാം ഒരു ഇലയ്ക്കകത്ത് എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം ഞങ്ങളും ഇതെല്ലാം റെഡിയാക്കി വിലയിലിട്ട് പിള്ളേർക്കും കൊടുത്ത് ഞങ്ങളും കഴിച്ചു. ഇന്നത്തെ ഉച്ചയൂണ് ഇതൊക്കെയാണ്: കിച്ചടി, തോരൻ, പച്ചടിയല്ല കിച്ചടി, തോരൻ, അവിയൽ, ഇഞ്ചി, മാങ്ങ, നാരങ്ങ, ചോറ്, പപ്പടം, സാമ്പാർ, പച്ചമോര്, പായസം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും. താങ്ക് യു ഓൾ.